ഇനി ഒരു ഫോർമുലയും കൂടെ ഉണ്ട്, ആവറേജ് സ്പീഡ്. നമുക്ക് 2 or 3 യാത്രകളുടെ ആവറേജ് സ്പീഡ് ആണ് എങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുലയും കൂടെ നമുക്ക് മറ്റേ ഫോർമുലാസിന്റെ കൂടെ വേണ്ടതാണ്. ആവറേജ് സ്പീഡ് 2 or 3 ഒന്നിൽ കൂടുതൽ യാത്രകൾ ഉള്ളപ്പം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തു പല പല സ്പീഡ് ടൈമിൽ. അപ്പൊ നമ്മൾ അതിന്റെ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി ടോട്ടൽ ഡിസ്റ്റൻസ്, ഇപ്പൊ 3 ട്രിപ്പും കൊണ്ട് എത്ര യാത്ര ചെയ്തു അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. 3 എണ്ണത്തിനും കൂടെ എടുത്ത ടൈം അത് ടോട്ടൽ ടൈം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ കവേഴ്സ് a distance of 60 kilometer at a speed of 40 kilometer per hour and another distance of 50 kilometer at a speed of 30 kilometer per hour. A man covers a distance of 60 kilometer at a speed of 40 kilometer per hour and another distance of 50 kilometer at a speed of 30 kilometer per hour. Calculate his average speed for the whole journey. Calculate his average speed for the whole journey. അപ്പോൾ ഒരു മാൻ 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് 40 കിലോമീറ്റർ പെർ അവറിലും വേറൊരു 50 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ അവറിലും ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി രണ്ട് സ്പീഡിന്റെയും കൂടെ ആവറേജ് എടുത്താൽ കിട്ടത്തില്ല. ആവറേജ് സ്പീഡ് നമ്മൾ ചിലപ്പോൾ നോക്കും 2 ആവറേജും കൂടെ ആവറേജ് എടുത്താൽ പോരെ, 2 സ്പീഡും കൂടെ ആവറേജ് എടുത്താൽ കിട്ടത്തില്ല. ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കുണ്ട്, പക്ഷെ ടോട്ടൽ ടൈം നമ്മുടെ ഇല്ല, നമുക്ക് സ്പീഡാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടിന്റെയും ടൈം കണ്ടുപിടിക്കണം. അപ്പം ഫോർ ദി ഫസ്റ്റ് ജേർണി തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 കിലോമീറ്ററും സ്പീഡ് 40 കിലോമീറ്റർ പെർ അവറും. അതിൽ നിന്ന് നമുക്ക് ടൈം എടുക്കാലോ. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല ഓർക്കുന്നുണ്ടോ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 60, ടൈം അല്ല സ്പീഡ് 40. അപ്പൊ 6/4. അപ്പൊ 3/2 അവർ എന്ന് കിട്ടി. 60/40 20 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2. അപ്പൊ ഡിസ്റ്റൻസ് ഫോർ ദ ഫസ്റ്റ് ജേർണി ഡിസ്റ്റൻസ് അറിയാം, സ്പീഡ് അറിയാം, ടൈം അറിയാം. ഇനി സെക്കൻഡ് ജേർണി എടുക്കാം. ഫോർ ദി സെക്കൻഡ് ജേർണി distance is equal to 50 kilometer, speed is equal to 30 kilometer per hour, time is equal to distance by speed. Distance 50, speed 30, 5/3 അവർ എന്ന് കിട്ടി. നമുക്ക് ആദ്യത്തേത് 3/2 അവറും രണ്ടാമത്തേത് 5/3 അവറും കിട്ടി. അപ്പൊ നമുക്ക് ഇനി ആവറേജ് സ്പീഡ് എന്ന് പറയുന്നതിന്റെ ഫോർമുലയും കൂടി ചെയ്യാം. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ഇനി നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കാണണം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തെ ഡിസ്റ്റൻസ് 60, രണ്ടാമത്തേത് 50. അപ്പം 110 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ടൈം
is equal to ആദ്യത്തെ ടൈം 3/2 അവർ, അടുത്തത് 5/3 അവർ. അപ്പം 3 LCM 6 വരും. 3 into 3 9, 5 into 2 10, 19/6 hours വരും. Therefore, average speed is equal to, ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് 110, ടോട്ടൽ ടൈം 19/6, which is equal to 110 into 6/90. നമുക്ക് LCM വെച്ച് നമ്മൾ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. അപ്പം നമുക്ക് 110 into 6 divided by 19 വരും. അപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പം ഇതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ദിസ് മച്ച് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പം നമുക്കത് 660 divided by 19 kilometer per hour. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 34 and 14/90 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ പോയിന്റ് ഇട്ടിട്ട് 34 പോയിന്റ് സംതിങ് എന്ന് ഇട്ടാലും മതി. അപ്പൊ ഇതാണ് നമുക്ക് ആവറേജ് സ്പീഡ് വന്നത്. അപ്പൊ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്, ഒരാള് രണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ആദ്യത്തെ ഡിസ്റ്റൻസ് ഒരു സ്പീഡിലും രണ്ടാമത്തെ സെറ്റ് ഡിസ്റ്റൻസ് വേറൊരു സ്പീഡിലുമാണ് ട്രാവൽ ചെയ്തേക്കുന്നത്. ആദ്യത്തെ ഡിസ്റ്റൻസ് 60 കിലോമീറ്ററും സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തേത് 50 കിലോമീറ്റർ ആയിരുന്നു, അത് 30 കിലോമീറ്റർ പെർ അവർ ട്രാവൽ ചെയ്തു. ആവറേജ് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ജേർണിയുടെ രണ്ടാമത്തെ ജേർണിയുടെ ഡീറ്റെയിൽസ് എഴുതുക. ആദ്യത്തെ ജേർണിയുടെ ഡിസ്റ്റൻസും സ്പീഡും തന്നേക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ആദ്യത്തിന്റെ ടൈം, കാരണം ടോട്ടൽ ടൈം വേണം. അപ്പൊ ആദ്യത്തെ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് 60/40 3/2 അവർന്ന് കിട്ടി. അതേപോലെ തന്നെ സെക്കൻഡ് ജേർണിയുടെയും ഡിസ്റ്റൻസും സ്പീഡും ആണ് തന്നേക്കുന്നത്. ടൈം നമുക്ക് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് വെച്ചിട്ട് 5/3 അവർന്ന് കിട്ടും. Therefore, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആയതുകൊണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് 60 + 50. ടോട്ടൽ ടൈം ആദ്യത്തെ 3/2, രണ്ടാമത്തേത് 5/3. ചെയ്യുമ്പോൾ 19/6 കിട്ടും. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 110 divided by 19/6 ആണ്. നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആവും.